കുട്ടികളിൽ ഇപ്പോൾ ഷോർട്ട് സൈറ്റ് ഉണ്ടാവും. ഷോർട്ട് സൈറ്റ് ഉണ്ടാവുന്നതിന് നമ്മളെന്താ പരിഹാരം? ഉടനെ ഡോക്ടറെ കണ്ടു, കാഴ്ച പരിശോധിച്ചു. ഇയാൾക്ക് ഇത്ര 0.75 ഇതുണ്ട്, അത് വച്ചോളൂ. കുളിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും മാത്രമേ ഈ ഗ്ലാസ് മാറ്റാവൂ, വേറെ ഉപയോഗിച്ചുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആയുഷ്കാലം നമ്മളെ ഒരു കണ്ണടധാരിയാക്കുകയാണ്, അല്ലേ? ആ കണ്ണട എപ്പോഴെങ്കിലും ആരെങ്കിലും മാറ്റിയതായിട്ട് ചരിത്രമുണ്ടോ? ഇല്ല. ആ ഒരു എന്താ പറയുക, അതിനെ നമ്മൾ സഹിക്കുക. അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വയ്ക്കുമ്പോൾ ഉള്ള ഒരു ഗ്ലാസ് വയ്ക്കുന്ന ആൾക്കാണ് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുന്നത്. അയാളുടെ ഏരിയ ഓഫ് ഫീൽഡ് വിഷൻ കുറയും, ഇല്ലേ? ആ ഗ്ലാസ് ഇരിക്കുന്ന അത്രയും ഭാഗത്തെ ഫീൽഡിലേ കാണാൻ സാധിക്കുള്ളൂ, സൈഡിലെ കാര്യങ്ങളൊന്നും വ്യക്തമായിട്ടുള്ള. ഇപ്പോൾ ഒരു ചെറിയ നമ്പറൊക്കെ ആണെങ്കിൽ ഓക്കെ, വലിയ നമ്പറാണെങ്കിൽ തികച്ചും വ്യത്യസ്തമാണ്. പിൻ കുഷൻ എഫക്റ്റ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്ത കണ്ണിൽ പണ്ട് കാലത്തൊക്കെ സോഡ ഗ്ലാസ് വയ്ക്കുന്ന ആളുകൾ, അത് അവർക്കൊരു കുഷൻ ഇരുന്നാൽ അതിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ വലിഞ്ഞിരിക്കുന്ന പോലെ ഇരിക്കും. ഒരു അസ്റ്റിഗ്മാറ്റിക് കറക്ഷൻ, അതായത് ഒരു ആക്സിസിൽ ഒരു പവർ, മറ്റേ ആക്സിൽ മറ്റേ പവർ, അങ്ങനെയുള്ള ആളുകൾക്ക് അതുപോലത്തെ ഡിസ്റ്റോർഷൻ ഉണ്ടാവും. അപ്പോൾ ഇതൊരു ഡിപ്പെൻഡൻസി കൂട്ടുന്ന ഒരു ഏർപ്പാടാണ് ഗ്ലാസ് എന്ന് പറയുന്നത്. ഗ്ലാസ് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ഒരു ചികിത്സ എന്ന് ഒരിക്കലും ആയുർവേദം കൊണ്ട് പറയാൻ സാധിക്കില്ല. അതൊരു ടൂൾ മാത്രമാണ്, നമ്മളെ വ്യക്തമായിട്ട് ഫോക്കസ് ചെയ്യിക്കാൻ സമ്മതിക്കുന്ന അല്ലെങ്കിൽ സഹായിക്കുന്ന ഒരു ടൂൾ. പക്ഷേ അതിന് കൊടുക്കുന്ന വിലയോ കണ്ണിൻ്റെ വിലയാണ്. കണ്ണിൻ്റെ സ്വസിദ്ധമായിട്ടുള്ള ഫോക്കസ് ചെയ്യാനുള്ള ശക്തി കുറേയും കൂടെ താഴോട്ട് പോവുക. സപ്പോസ് ഒരാൾ വ്യക്തി ഗ്ലാസ് വയ്ക്കുകയാണെങ്കിൽ ഇയാൾ 0.75 ഗ്ലാസ് വെച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ -1 ഗ്ലാസ് വെച്ചിരിക്കുകയാണ്. ഇത് ഒരു കാലത്തും -1 നിന്ന് താഴെ പോകാൻ പോകുന്നില്ല, ഇത് -1 നിന്ന് മുകളിലേക്ക് പോകത്തുള്ളൂ. അടുത്ത വർഷം -1.5 ആവും, അതിനടുത്ത വർഷം -2 ആവും. ഇയാൾ എത്രത്തോളം നിയർ വർക്ക് കൂടുതൽ ചെയ്യുന്നു. ഇപ്പോൾ ഇന്നാലത്തെ 10-30 വർഷം കൊണ്ട് മൊബൈലിലാണല്ലോ, ഒരു 15 വർഷം കൊണ്ട് മൊബൈൽ ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യം വരുമ്പോൾ നമ്മുടെ കണ്ണുകൾക്ക് യഥാർത്ഥത്തിൽ ഡിഫോൾട്ട് ഫോക്കസിങ് ഉള്ളത് ഡിസ്റ്റൻസിലേക്കാണ്. അപ്പോൾ അതിനെ നമ്മൾ ധിക്കരിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ അതിനെ മറികടന്നുകൊണ്ടാണ് നമ്മൾ ഈ മൊബൈൽ കാണുന്നത്. ഒരു പുസ്തകം പോലും നമ്മൾ ഇങ്ങനെ വായിക്കുക, ഒരു 30 സെൻറ്റിമീറ്റർ, ഹാഫ് ആം ഡിസ്റ്റൻസ് എന്ന് പറയും. മൊബൈലാകുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ്, അതെന്തോ അങ്ങനെയാണ് ഒരു ശീലം, അല്ലേ? എല്ലാവരും മൊബൈൽ ഇങ്ങനെയല്ലേ? ആരെങ്കിലും മൊബൈൽ ഇങ്ങനെ എടുത്ത് വെച്ച് നോക്കുന്ന കണ്ടിട്ടുണ്ടോ? അപ്പോൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് 20 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ 20 അടി എവിടെ ഇരിക്കുന്നു, 20 സെൻറ്റിമീറ്റർ അവിടെ ഇരിക്കും. അത്രയും ഡിസ്റ്റൻസിനെ നമ്മൾ കണ്ണിൻ്റെ മസിലിനെ നമ്മൾ പുറകോട്ട് വലിക്കുകയാണ്, ഈ ഫോക്കൽ ലെങ്ത് ഇവിടെ കിട്ടിക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന സമയത്ത് കുറേ നേരം കഴിയുമ്പോൾ ഈ കണ്ണ് വിചാരിക്കും, ഞാനെന്തിനാ ഇത്ര കഷ്ടപ്പെട്ട് എൻ്റെ പവർ ദൂരേക്ക് ആക്കി വയ്ക്കണം, ഇയാൾ ഏത് നേരം ഇതിനകത്താണ്. അപ്പോൾ എന്ത് പറ്റും? അഡാപ്റ്റബിലിറ്റി. നമ്മൾ സ്ഥിരമായിട്ട് ഒരാൾ വ്യായാമം ചെയ്യുന്ന ആളുടെ കൈയൊക്കെ നല്ല വണ്ണവും ഇതല്ലേ, ഈ ഷോൾഡർ ഇതൊക്കെ ചെയ്യുന്നില്ലേ, അതൊക്കെ ചെയ്യുന്നു. ഒരു 2 മാസം അയാളുടെ കൈ ഒടിഞ്ഞിട്ട് ഒരു പ്ലാസ്റ്റർ ഇട്ട് കഴിയുക, ഇതങ്ങ് ശോഷിച്ചു പോകും, ഇല്ലേ? എന്നിട്ട് നമ്മൾ ഫിസിയോതെറാപ്പി എന്ന് പറയുന്ന സാധനം, അല്ലെങ്കിൽ ഉഴിയുക, ഇതൊക്കെ ചെയ്യുമ്പോഴാണ് ഈ പൂർവാധികം പഴയ സ്റ്റേജിലോട്ട് വരുന്നത്. എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഈ അവയവം. കണ്ണ് നമ്മൾ പൂർണ്ണമായിട്ട് ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് മയോപ്പിക്കാവും, പിന്നെ അയാൾക്ക് ദൂരേക്ക് കാണാൻ കണ്ണട വേണ്ടി വരും. അപ്പോൾ ആ ഒരു കാര്യമാണ് നമ്മൾ കണ്ണിനെ കാരണം എന്ന് പറയും, കോസ്. ആ കാരണത്തെയാണ് നമ്മൾ അകറ്റി നിർത്താനായിട്ട് കൗൺസിലിംഗ് കൊടുക്കുന്നത്. അതോടുകൂടി ഈ പവർ കുറയ്ക്കാനുള്ള, അയാൾക്ക് ദൂരേക്ക് കാണാനുണ്ടായ പ്രയാസം, മസിലിൻ്റെ ആ വർക്ക് ചെയ്യായ്മ, അത് ചികിത്സ ചെയ്തുകൊണ്ട് മാറ്റുകയും ചെയ്യും. അങ്ങനെയാണ് ഈ കുട്ടികളിലെ ഗ്ലാസ് നമ്മൾ ഒഴിവാക്കാൻ. ഇപ്പോൾ വലിയ നമ്പറൊക്കെ ഒഴിവാക്കുന്നല്ല പറഞ്ഞ്, പക്ഷേ ഈ പറയുന്ന 0.75, 1, 2, 3, ഇപ്പോൾ മിലിറ്ററിയിൽ പോകുന്ന ഒരുപാട് പേര്, ഡിഫൻസിലേക്ക് പോകുന്ന ആൾക്കാർ, NDAയിലേക്ക് അഡ്മിഷൻ കിട്ടുന്ന കുട്ടികളൊക്കെ 8ാം ക്ലാസ് മുതൽ ഇവിടെ വരുന്നുണ്ട്. അവർക്ക് അപ്പോൾ പവർ കണ്ടുപിടിച്ച ആദ്യമാണ് മാതാപിതാക്കൾക്ക്. അയ്യോ, ഇവനെ ഡിഫൻസിലെങ്ങനെ, കാരണം ജനിക്കുമ്പോൾ തന്നെ കന്യാസ്ത്രീ ആക്കാമെന്ന് പറയുന്നത്, ജനിക്കുമ്പോൾ തന്നെ ഇവനെ ഡിഫൻസിലാക്കാമെന്ന് പറയുന്ന ആൾക്കാരുണ്ട്, ഇല്ലേ? അപ്പോൾ അങ്ങനെ ഒരു പ്രാർത്ഥനയും കൊണ്ട് നടക്കുന്നവർക്ക്, അവരുടെ അച്ഛനപ്പന്മാരൊക്കെ ഡിഫൻസിലുണ്ടായി. ഇപ്പോൾ നോർത്ത് ഇന്ത്യ, ചണ്ഡീഗറിലൊക്കെ ഒരുപാട് പേര് അങ്ങനെയാണ്, ഫാമിലീസ് ഡിഫൻസിലേക്ക് അവരുടെ ഒരു സ്വപ്നമാണ് അങ്ങനെ പോകുന്നത്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ അവർക്കൊക്കെ പ്രയാസം വരുന്നത് ഈ ഒരു പവർ കാണുമ്പോഴാണ്. നമ്പർ കിട്ടി, ഈ നമ്പർ ഇത് ഗ്ലാസ് വെച്ചു, കാരണം ഇവൻ്റെ ഏത് നേരം ഈ മൊബൈൽ പരിപാടിയാണേ, അത് നമുക്ക് തടുക്കാൻ പറ്റുന്നില്ല. 2 വയസ്സ് മുതൽ കുഞ്ഞിനെ എൻഗേജ് ചെയ്യിക്കാൻ വേണ്ടി അച്ഛനമ്മമാർ ജോലിക്കാരായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് വേറെ വീട്ടിൽ തിരക്കുണ്ടാവും, ഉടനെ മൊബൈൽ എടുത്ത് കൊടുത്ത് കുഞ്ഞ് ഇത് മുച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഓഫ് ലേറ്റ് കുറേയൊക്കെ മാറ്റം അതിന് വരുന്നുണ്ട്. കാരണം ഒരു ജനിച്ച കുട്ടികൾ 5 വയസ്സ് വരെയൊക്കെ കുറേയൊക്കെ
തടസ്സം ഒരു കൊടുക്കാതെയൊക്കെ നോക്കുന്നുണ്ട്. ആ ഒരു കൾച്ചർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നുണ്ട്. ഇപ്പോൾ വാശി പിടിക്കാനും പറ്റില്ല, ഇവൻ കണ്ടമാനം ഇതാവില്ല. അപ്പോൾ അതിനെ ഒരു തന്മയത്വമായിട്ട് കൗൺസിലിങ്ങിൽ കൂടെ അതിൻ്റെ പാടില്ല എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ അവരിയ്ക്കുമ്പോൾ മാതാപിതാക്കൾ മൊബൈലിൽ എൻഗേജ് ആവാതിരിക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരു കൾച്ചർ ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ യൂറോപ്യൻ പേഷ്യൻസ് ഒക്കെ വരുമ്പോൾ പലരും ഞാൻ ചോദിക്കുമ്പോൾ കുട്ടികൾ മൊബൈലുണ്ടോ? ഇല്ല, ഉപയോഗിക്കുന്നില്ല. അവർ തീർത്ത് പറയും ഉപയോഗിക്കുന്നില്ല. ഇന്ത്യയിലെ വെളിയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ ഇപ്പോൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, ഇല്ല ഇപ്പോൾ ഉപയോഗിക്കുന്ന കുറവാണ്, നമ്മളിപ്പോൾ കൊടുക്കാറില്ല അധികം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ട്രെൻഡ് വരുന്നുണ്ട്. അതാണ് നമുക്ക് ഈ ഗ്ലാസ്സിൽ നിന്ന് മാറാനുള്ളൊരു വലിയൊരു ഘടകം. അല്ലെങ്കിൽ ഈ ഒരു റേറ്റിൽ പോയി കഴിഞ്ഞാൽ 2050 ആകുമ്പോൾ ഏകദേശം 800 കോടിയിൽ, അന്നൊക്കെ 900 കോടിയാവും, 450 കോടി തന്നെ ആൾക്കാരെ കണ്ണട വയ്ക്കേണ്ടി വരുന്നതാണ്. അപ്പോൾ അത്രയധികം സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു കാഴ്ചക്കുറവിനെ നമ്മൾ ലഘൂകരിച്ച് കണ്ടിട്ട് ഈ ഗ്ലാസ് കൊണ്ട് കന്നഡ വ്യവസായികൾക്ക് കൊള്ളാം, ഈ ഗ്ലാസ് കൊണ്ട് നമ്മളതിനെ മറികടക്കാൻ ശ്രമിക്കുകയാണ്. അതൊരു ആൻസർ അല്ല. അവിടെ നമുക്ക് ഏറ്റവും അധികം ആയുർവേദത്തിൻ്റെ പ്രസക്തി എന്ന് ഇന്ന് പറയുന്നത് ഈ കുട്ടികളിലെ റിഫ്രാക്റ്റീവ് എററിലാണ്. അസ്റ്റിഗ്മാറ്റിസം ആവട്ടെ, ഷോർട്ട് സൈറ്റ്, കുട്ടികൾക്കുണ്ടാകുന്ന പ്ലസ് നമ്പർ, ലോങ് സൈറ്റ്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കെരട്ടോകോണസ്.